മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ചേലോടു തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ലോകത്താങ്ങുകളിൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ, സ്വർപ്പൂരം നീയണയും വരെയും. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ലവോദിക്യ സഭയ്ക്കുള്ള ദൂതാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഷ്യാമിലുള്ള 7 സഭകൾ. ഈ 7 സഭകൾക്കുള്ളതിൽ ദൂതിൽ ഒടുവിലത്തെ ദൂതാണ് ലവോദിക്യ സഭയ്ക്കുള്ള ദൂത്. ഇന്നത്തെ കാലഘട്ടത്തോട് ഒത്തുവരുന്ന ഒരു ആത്മീയ അവസ്ഥയെക്കുറിച്ച് കാണിച്ചു തരുന്നതാണ് ലവോദിക്യ സഭയ്ക്കുള്ള ദൂത്. ലവോദിക്യ സഭ തീർത്തും തണുത്തു പോയിട്ടില്ല, പക്ഷേ നന്നായി ചൂടുള്ളതായിട്ടുമില്ല. ചൂടും തണുപ്പും ഇടകലർന്ന് വാട്ടർവെള്ളം പോലെ എന്ന് പറയുമല്ലോ എന്നതുപോലെ ചൂടുണ്ട് ഇല്ലെന്ന് പറയാനൊക്കുകയില്ല, തണുപ്പുമുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥയാണ് ലവോദിക്യ സഭയ്ക്കുള്ളത്. കംപ്ലേസൻറ്റ് ചർച്ച്, ഒരു അയഞ്ഞ മനോഭാവം, ഉത്സാഹത്തിമിർപ്പില്ല, വിശ്വാസ സ്ഥിരതയില്ല, ക്രിസ്തുവിനുള്ളതായ ഭക്തിയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നില്ല. എന്നാൽ ഭക്തി ഇല്ലേ ഉണ്ട്, സ്നേഹമില്ലേ ഉണ്ട്, പക്ഷേ ക്രിസ്തുവിനുള്ളതായ ഭക്തിയും സ്നേഹവും ദൈവഭയവും നിറഞ്ഞു നിൽക്കുന്നില്ല ലവോദിക്യ സഭയ്ക്ക്. ഇന്നത്തെ അവസ്ഥ അത് തന്നെയാണ്. നമുക്കൊരളവിൽ തീർച്ചയായിട്ടും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ നാം ദൈവത്തിൻ്റെ വചനം വായിക്കുകയും വചനം കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ഉണ്ട്, നമുക്ക് താല്പര്യമുണ്ട്, സുവിശേഷ വിലയോട് താല്പര്യമുണ്ട്. തീർത്തും തണുത്തുപോയവരല്ല നാം ആരും. തീർത്തും ഉപയോഗശൂന്യര് എന്ന് പറയാവുന്ന രീതിയിലല്ല നമ്മുടെ സ്ഥിതി. നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയിൽ ആത്മീയമായിട്ട് ജീവിക്കണമെന്നുണ്ട്, തെറ്റുകൂടാതെ ജീവിക്കണമെന്നുണ്ട്, ഒരുവിധം നന്നായിട്ടൊക്കെ പോകണമെന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി സമ്പൂർണ്ണമായി അങ്ങ് ചെലവഴിക്കപ്പെടുക എന്ന് പറയുന്ന ആ ഒരു കാര്യം, ഞാൻ പറയുന്നത് പൈസ ചെലവഴിക്കൽ മാത്രമല്ല, എല്ലാം എൻ്റെ ആളത്വം മുഴുവനും ക്രിസ്തുവിന് വേണ്ടി ചെലവഴിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതായ ആ സത്യം, അത് നമുക്ക് അനുഭവമാകേണ്ടിയിരിക്കുന്നു. ഒന്നുകൂടി കൃത്യപ്പെടുത്തി പറയാം. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കാൻ തയ്യാറില്ല, അതിനുവേണ്ടിയുള്ളതായ കോസ്റ്റ് കൊടുക്കാനും തയ്യാറല്ല.
അതിനുള്ള റിസ്ക് എടുക്കാൻ തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അതിന് വരുന്ന അപകടങ്ങൾ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ വരാകുന്ന അപകടങ്ങൾ അത് നേരിടാൻ നാം തയ്യാറല്ല. അതുപോലെ വരുന്ന ആക്ഷേപങ്ങൾ സഹിക്കാൻ നാം തയ്യാറല്ല. ക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്നതുകൊണ്ട് വരുന്നതായ നിന്ദനവും പരിഹാസവും പുച്ഛവും എല്ലാം ഏൽക്കാൻ നാം തയ്യാറല്ല. എല്ലാം വേണം, എല്ലാവരും വേണം. ഒരു കോംപ്രമൈസിങ് ചർച്ച്, കോംപ്രമൈസിങ്, എല്ലാവരുമായിട്ട് യോജിച്ച് പോവുക, എല്ലാവരുമായിട്ട് ഒത്തുപോവുക, എല്ലാവരുമായിട്ടും ഏത് തരത്തിലുള്ള ആളുകളായിട്ടും മാനുഷിക നീതി പ്രകാരം ജീവിക്കുക. നമ്മുടെ പലരുടെയും ജീവിതം അങ്ങനെയല്ലേ? മാനുഷിക നീതി അനുസരിച്ച്, ലോകനീതി അനുസരിച്ച് ആരെ കണ്ടാലും ലോഹ്യം പറയുക, ഒരു നല്ല വാക്ക് പറയുക, പിന്നെ സുഖമല്ലേ, സുഖമാണ്, കുശലപ്രശ്നം. പക്ഷേ ഉള്ളിൽ നീരസം ഉണ്ടായിരിക്കും, പക്ഷേ പുറമേ അത് കാണിക്കില്ല. ഉള്ളിൽ ഇഷ്ടക്കുറവുണ്ടായിരിക്കും, അത് പുറമേ ഭാവിക്കില്ല. ഉള്ളിൽ കടുത്ത വൈരാഗ്യം ഉണ്ടായിരിക്കും, പക്ഷേ അതും പുറമേ കാണിക്കില്ല. ഉള്ളിൻ്റെ ഉള്ളിലുള്ളതായ നമ്മുടെ യഥാർത്ഥ സ്ഥിതി പുറത്ത് കാണിക്കാതെ അല്പം ചില ഭാവ അഭിനയങ്ങൾ, കാപട്യങ്ങൾ, ഇതെല്ലാം ഉണ്ട്. ആ അവസ്ഥയാണ് കോംപ്രമൈസിങ് ചർച്ച്. കോംപ്രമൈസിങ് നമ്മുടെ ഉള്ളിലുള്ള തനതായ അവസ്ഥ വെളിപ്പെടുത്താതെ വളരെ തന്ത്രപൂർവ്വം, കൗശലപൂർവ്വം എല്ലാവരുമായിട്ട് യോജിച്ച് ഇണങ്ങി പോകണമല്ലോ എന്നുള്ള ഒരു മാന്യതയ്ക്ക് വേണ്ടിയുള്ളതായ മുഖംമൂടി. എന്ന് പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് മനസ്സിലാകുമോ? ഒരു മുഖംമൂടിയുണ്ട്. അത് നമ്മുടെ ശരിയവസ്ഥയല്ലെന്ന് കാണിക്കുന്നത്. ശരിയവസ്ഥ പുറത്ത് കാണിക്കാതെ നമ്മുടെ ഉള്ളിലുള്ളതായ കയ്പും നീരസവും പരിഭവവും അമർഷവും എല്ലാം ഉള്ളിൽ ഒതുക്കി പുറമേ മാന്യത അഭിനയിക്കുന്നു, പുറമേ ഭംഗിവാക്കുകൾ പറയുന്നു. കേട്ടാൽ മനുഷ്യർ കേട്ടാൽ കുഴപ്പമില്ല, നല്ല നല്ല സ്വഭാവമാണല്ലോ എന്ന് തോന്നും. ഒരു കംപ്ലേസൻറ്റ് ചർച്ച്, എ കോംപ്രമൈസിങ് ചർച്ച്. കംപ്ലേസൻ്റാണ്, ഒരു വീര്യമില്ല, ചൈതന്യമില്ല, കരുത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലവോദിക്ക സഭയ്ക്കുള്ള ദൂത്, നമ്മുടെ കർത്താവ് തരുന്ന ആ ദൂത് നാം വായിക്കുമ്പോൾ നാം ഭയത്തോടെ ഓർക്കണം, സഭയ്ക്ക് പുറത്താണ് ക്രിസ്തു, സഭയ്ക്ക് വെളിയിലാണ് ക്രിസ്തു. ദൂരെയൊന്നുമല്ല, വളരെ ദൂരദൂരിയല്ല, പക്ഷേ അടുത്തുണ്ട്, പക്ഷേ സഭയ്ക്കുള്ളിലല്ല. അത് വലിയ പോരായ്മയാണ്. യേശു ക്രിസ്തു അകത്തില്ല. അന്നത്തെ സഭ, ലവോദിക്ക സഭ, പുറമേയുള്ള എല്ലാ അനുഗ്രഹങ്ങളും കാണാം, വചനമുണ്ട്, അപ്പോസ്തലനായ പൗലോസുമായിട്ടൊരു ബന്ധമുണ്ട്. പൗലോസ് ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ ലവോദിക്കയുള്ളവർക്ക് കൂടി ഈ ലേഖനം കൊടുക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കൊലോസ് ലേഖനത്തിൻ്റെ അവസാനം കാണാം, നിങ്ങൾ ഈ വായിച്ച് തീർന്ന ശേഷം ഇത് ലവോദിക്കയുള്ളവർക്ക് കൂടി കൊടുക്കുക. അപ്പോൾ അന്ന് അപ്പോസ്തലനായ പൗലോസിന് നേരിട്ട് ബന്ധമുള്ളൊരു സഭയാണ്. ഒരുപക്ഷെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഉത്സാഹം കൊണ്ട് സ്ഥാപിക്കപ്പെട്ട സഭയാണോ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ലവോദിക്ക സഭ എന്നുള്ള നിലയ്ക്ക് പല മികവുകളും പല തികവുകളും ഉള്ളതാണ്, നല്ല സഭയാണ്. പക്ഷേ ദൈവം അറിയും, ദൈവം ഹൃദയം അറിയുന്നു. അതായത് തുറക്കുമ്പോൾ തന്നെ പറയുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നിത്യനായ ദൈവത്തിന് മുമ്പിൽ ഈ പൊയ്മുഖങ്ങൾ വില പോവില്ല, ഈ മുഖംമൂടികൾ വില പോവുകയില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നാം മുഖംമൂടി അണിഞ്ഞ് നിൽക്കുകയില്ല. ദൈവം എല്ലാം വ്യക്തമാണ്. അവൻ്റെ കണ്ണിന് മുമ്പിൽ എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ എല്ലാം നഗ്നമായിരിക്കുന്നു. കർത്താവ് എല്ലാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഭാവാഭിനയമോ നമ്മുടെ പെരുമാറ്റമോ നമ്മുടെ ഏതെങ്കിലും വാക്കുകളോ അല്ല, ഈവൻ പ്രവൃത്തികളോ ആണെങ്കിൽ പോലും അതിൻ്റെ പിന്നിലുള്ളതായ മോട്ടീവ് ദൈവം അറിയുന്നു. എന്താ മോട്ടീവ്? അതിന് പിന്നിലുള്ള ലാക്ക് ദൈവം അറിയുന്നു. നാം ഒരു കാര്യം ചെയ്യുന്ന പ്രവൃത്തി ഒരുപക്ഷെ ഭാഗമായിട്ട് തോന്നുകയില്ല, പക്ഷേ അതിൻ്റെ പിന്നിലൊരു ഈവിൾ മോട്ടീവുണ്ട്, അതിന് പിന്നിലൊരു ചീത്ത ഉദ്ദേശമുണ്ട്. ചീത്ത ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അഴുക്കായിട്ടുള്ളതാകണമെന്നില്ല. എൻ്റെ ഒരു സ്വയം, എന്നെ ആളുകൾ മാനിക്കണം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, എന്നെ എല്ലാവരും ആദരിക്കണം, എന്നെ എല്ലാവരും സ്നേഹിക്കണം, എല്ലാവരുടെയും ഒരു ആദരപാത്രമായിരിക്കണം, ഒരു മാന്യത എനിക്ക് വേണം എന്നിങ്ങനെയുള്ളതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് അതിന് പറ്റുന്ന രീതിയിൽ നാം ചിലത് അഭിനയിക്കുന്നു.
ക്രിസ്തു പുറത്താണ് എന്നുള്ളത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മെ തന്നെ ചിന്തിച്ച് പരിശോധിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. എൻ്റെ ജീവിതത്തിൽ നേര്, ചൊവ്വ്, ആർജവം, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട്? ഒരു ഭക്തനായ ഒരു ദേവദാസൻ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം രാവിലെ ഒരു സ്ഥലത്ത് പോയിട്ട് വരികയായിരുന്നു. ഉടനെ അദ്ദേഹത്തിൻ്റെ സഭയിലുള്ള ഒരു വിശ്വാസി, കൂട്ടായ്മയുള്ള ഒരു വിശ്വാസി കണ്ടു. വിശ്വാസി ചോദിച്ചു, സാറ് എങ്ങോട്ടാണ് പോയത്? ഉടനെ എങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പോസ്റ്റ് കാർഡുണ്ട്, പുതിയ പോസ്റ്റ് കാർഡ്. അത് എടുത്ത് നോക്കി കാണിച്ചു. അർത്ഥം, ഞാൻ പോസ്റ്റ് കാർഡ് വാങ്ങാൻ പോയതാണ്, പോസ്റ്റ് ഓഫീസിൽ പോയതാണ് എന്നർത്ഥം മനസ്സിലാക്കുന്നത് വേണ്ടിയാണ് പറഞ്ഞത്. പറഞ്ഞൊന്നുമില്ല, കാർഡ് ഉയർത്തി കാണിച്ചു. ഇദ്ദേഹം ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനുള്ള കൃപ നഷ്ടപ്പെട്ടു, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നില്ല, പ്രാർത്ഥനയ്ക്ക് നേരെ പരിശുദ്ധാത്മാവ് വരുന്നില്ല. ആ ദേവദാസൻ എന്ന് എന്താണ് എനിക്ക് തെറ്റുപറ്റിയത്? എവിടെയാണ് തെറ്റുപറ്റിയത്? പരിശുദ്ധാത്മാവിൽ നിന്ന് മാറിപ്പോയത് എവിടെയാണ്? ചിന്തിച്ച് മനസ്സിലായി, ഞാൻ ഇന്നടുത്ത് പോയി എന്ന് പറയാൻ മടിച്ചു. അത് പറയുന്നതിനൊരു പോരായ്മയുണ്ട്, എന്തോ ഒരു പോരായ്മ തോന്നി. അതുകൊണ്ട് അത് സത്യം പറയാതെ ഈ കാർഡ് നോക്കി കാണിച്ചപ്പോൾ ഞാൻ കാർഡ് വാങ്ങാൻ പോയി എന്ന് ധരിച്ചോളുമല്ലോ. വ്യാജം പറഞ്ഞോ? പറഞ്ഞില്ല, നുണ പറഞ്ഞില്ല. പക്ഷേ വ്യാജം അകത്തുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു, ആ വിശ്വാസിയുടെ കൂട്ടായ്മയിലുള്ള ദേവദാസൻ്റെ അടുക്കൽ ചെന്നു. എനിക്ക് ഇന്ന് രാവിലെ ഒരു അബദ്ധം പറ്റി, ഞാനൊരു വ്യാജം കാണിച്ചു. ഞാൻ വാസ്തവത്തിൽ കാർഡ് വാങ്ങാനല്ല പോയത്. കാർഡ് വാങ്ങി, പക്ഷേ ഞാൻ വാസ്തവത്തിൽ പോയത് നമ്മുടെ സഭയിലെ ഒരു വിശ്വാസിയുടെ വീട്ടിലാണ്. ഞാനവിടെ പോയതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലൊരു തെറ്റിദ്ധാരണ മറ്റു മനുഷ്യർക്കുണ്ടാകുമെന്ന് പേടിച്ച് ഞാൻ സത്യം മറച്ചു വെച്ചതാണ്. എന്നോട് ക്ഷമിക്കണം. തുറന്നു പറഞ്ഞു. സന്തോഷമായി തിരികെ വന്നു. ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിച്ചു. നാം പുറമേ കാണിക്കുന്ന ഒന്ന്, പക്ഷേ അതിൽ അർത്ഥസത്യങ്ങൾ കാണും. മുഴുവൻ സത്യമല്ല, പകുതി സത്യങ്ങൾ കാണും. നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ് കർത്താവ് കാണുന്നത്. നാം പറയുന്ന വാക്കുകളല്ല, നാം ചെയ്യുന്ന പ്രവൃത്തികളല്ല, അതിനപ്പുറത്ത്, വാക്കും പ്രവൃത്തി ശരിയായിരിക്കണം, പക്ഷേ അതിനപ്പുറത്ത് നമ്മുടെ മനോഭാവം കർത്താവ് കാണുന്നു. നമ്മുടെ മോട്ടീവ് കർത്താവ് കാണുന്നു, നമ്മുടെ ഉദ്ദേശം കർത്താവ് കാണുന്നു. ഏത് ലാക്കിലാണ് ഞാനൊരു കാര്യം ചെയ്തത്, ഏത് ലാക്കിലാണ് ഞാനൊരു കാര്യം പറഞ്ഞത് എന്ന് ദൈവം കാണുന്നു. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. അതാണ് ലവോദിക്യ സഭയ്ക്കുള്ള ദൂതൽ ആദ്യം തന്നെ പറയുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഓരോ സഭയോട് പറയുമ്പോൾ ഇത് തന്നെ പറയും, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ദൈവം സഭയോട് പറയുന്നതായ വചനം, നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. പുറമേ കാണുന്നത് പോലല്ല, നിൻ്റെ അകം എന്താണ് എന്ന് ഞാൻ അറിയുന്നു. ഉള്ളു കാണും ദൈവം, ഹൃദയം കാണും ദൈവം. ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൊന്നും മറിഞ്ഞിരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തെ പരിശോധിക്കും ദൈവം, ഉൾപ്പൂവുകളെ ശോധന ചെയ്യും ദൈവം, അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യും ദൈവം, ഹൃദയത്തെ തൂക്കി നോക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ തുലാസിൽ തൂക്കി നോക്കി ഇതിനെ കുറവുള്ളതിനായി കണ്ടിരിക്കുന്നതെന്ന് ബേൽശസ്സർ രാജാവിനോട് പറഞ്ഞൊരിക്കൽ. ബാബിലോണിയൻ ചക്രവർത്തിയായ ബേൽശസ്സർ, നെബൂഖദ്നേസർ രാജാവിന് ശേഷം വന്ന ബേൽശസ്സർ, ആ രാജാവ് തൻ്റെ ചില പ്രഭുക്കന്മാരും സജീവന്മാരും പ്രമാണികളായ ആളുകളും എല്ലാവരും കൂടി ഒരു വിരുന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമരിന്മേൽ ഒരു കൈപ്പത്തി കണ്ടു. അത്ഭുതത്തോട് നോക്കി എല്ലാവരും കണ്ടു, ചുമരിൽ ഒരു കൈപ്പത്തി, അത്രയും ഭാഗം പ്രകാശിക്കുന്നു. കൈപ്പത്തി എന്താണെന്ന് മനസ്സിലായില്ല. ആ കൈപ്പത്തി ചുവരിൽ എഴുതുന്നു, എന്തോ എഴുതുന്നു, അതും മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്താണ് എഴുതുന്നത് മനസ്സിലായില്ല. പക്ഷേ കൈപ്പത്തി എഴുതിയത് ദൈവത്തിൻ്റെ ദാസനായ ദാനിയേൽ പ്രവാചകൻ അത് എന്താണെന്ന് വായിച്ച് കേൾപ്പിച്ചു. ഇങ്ങനെയാണ് പറഞ്ഞത്, മെനെ മെനെ തേക്കേൽ ഊഫർസീൻ, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിൻ്റെ രാജ്യത്വം ഞാൻ എണ്ണി അത് മേദ്യർക്കും പാർസികൾക്കും കൊടുത്തിരിക്കുന്നു. മെനെ മെനെ തെക്കേൽ ഊഫർസീൻ, ചുവരെഴുത്താണ്. എല്ലാം അറിയുന്നതിനായി ദൈവം
ഹൃദയമറിയുന്നതിനായി ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനെ കണ്ടിരിക്കുന്നു. ബേസിസ് രാജാവ് ചെയ്ത പാപം വിശുദ്ധ പാത്രങ്ങളിൽ അശുദ്ധി പകർന്നു എന്നുള്ളതാണ്. യെരൂശലേം ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന വിശുദ്ധി പകരുവാൻ ഉപയോഗിച്ചിരുന്നതായ ദേവാലയത്തിലെ അനുഗ്രഹീത പാത്രങ്ങൾ, രാജാവിൻ്റെ അപ്പനായ നെബൂഖദ്നേസർ നിന്ന് അപഹരിച്ചുകൊണ്ട് വന്ന പാത്രങ്ങൾ, അവയിൽ മദ്യം പകർന്ന് കുടിക്കുകയാണ്. ദേവാലയത്തിൽ വിശ്വസ്ഥലത്ത് ഉപയോഗിച്ചിട്ടിരുന്ന പാത്രങ്ങളിൽ മദ്യം പകർന്നു. അതിൻ്റെ മഹത്തുക്കൾക്കും തൻ്റെ പ്രഭുക്കന്മാർക്കും എല്ലാം വിളമ്പിക്കൊടുത്തു. ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണത്. നമ്മെ കർത്താവ് തൂക്കി നോക്കുന്നു. മനുഷ്യൻ തൂക്കി നോക്കുമ്പോൾ നല്ല അഭിപ്രായം പറയും, നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്ന, അങ്ങനെ എല്ലാവരും അല്ല, ചിലരെങ്കിലും നല്ല അഭിപ്രായം നേടുന്നവരുണ്ട്. മനുഷ്യൻ നോക്കുമ്പോൾ കൊള്ളാവുന്നവർ നല്ല അഭിപ്രായം. നമ്മൾ തുറയിൽ നിൽക്കുന്നവിടെ നല്ല അഭിപ്രായം ഒരുപക്ഷെ നമുക്കൊന്ന് സ്വരൂപിക്കാൻ സാധിക്കും. എന്നാൽ നിത്യനായ ദൈവത്തിൻ്റെ മുമ്പിൽ കൗളിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് വ്യാജം കാണിക്കാൻ പറ്റുകയില്ല. ഞാൻ നിന്നെ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. രാജ്യത്വം ഞാൻ എണ്ണിയിരിക്കുന്നു, അത് മേദ്യർക്കും പാർസികൾക്കും ഞാൻ കൊടുത്തിരിക്കുന്നു. സംഭവിച്ചത് അന്ന് രാത്രി തന്നെ. ബേസിസ് രാജാവ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു, വധിക്കപ്പെട്ടു. പാർസി സൈന്യം ഇരച്ചു കയറി. ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ കാലം തീർന്നു. പേർഷ്യൻ സാമ്രാജ്യങ്ങൾ ഉണ്ടാകുവാൻ കാരണമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ദൈവം നമ്മെ തുലാസിൽ തൂക്കി നോക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. സഭയോട് പറയുകയാണ്, ലൗകിക സഭയോട് പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, തുലാസിൽ തൂക്കി നോക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് നാം ചിന്തിക്കൂ. ഇന്ന് സ്വർഗത്തിലെ ദൈവം തൻ്റെ തീജ്വാലയ്ക്കത്ത കണ്ണുകളോടുകൂടി എൻ്റെ ഹൃദയത്തിലേക്ക് ചുഴിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ കർത്താവ് എന്നെ എങ്ങനെയായിരിക്കും കാണുക? ദൈവരാജ്യത്തിൽ ഉള്ളതിനായി എന്നെ കാണുമോ? ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ തക്കമുള്ളതായ ഒരു വിശുദ്ധനായി എന്നെ കാണുമോ? എൻ്റെ പ്രവൃത്തികളിൽ മാത്രമല്ല, എൻ്റെ മനോഭാവത്തിൽ പോലും ഒരു വിശുദ്ധനായി ദൈവം എന്നെ കാണുമോ? ദൈവത്തിന് സ്തോത്രം. സത്യസന്ധനായി എന്നെ കാണുമോ? സത്യം സത്യമായി തന്നെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ട് ദൈവം എന്നെ കാണുമോ? അതോ ഏതെങ്കിലും സൂത്രങ്ങളോ കൗശലങ്ങളോ ഉപായങ്ങളോ തന്ത്രങ്ങളോ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വാക്കുകളിലോ പെരുമാറ്റത്തിലോ വരുന്നുണ്ടോ? നാം ചിന്തിക്കണം. ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വെറുതെ കേട്ടുപോയാൽ പോരാ, പ്രസംഗം കേൾക്കുന്ന പോലെ കേട്ടുപോയാൽ പോരാ, ചിന്തിക്കണം. ദൈവം ഇപ്പോൾ എന്നെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും കാണുക? സത്യം ജീവനുള്ള ദൈവമുണ്ട്, അറിയാം. ദൈവം എല്ലാം കാണുന്നുണ്ട്, അത് മനസ്സിലായി. പക്ഷേ ദൈവം എന്നെ നോക്കുമ്പോൾ എന്നെ എങ്ങനെയായിരിക്കും കാണുക? എൻ്റെ അകത്ത് പൈശാചികൻ അവകാശം പറയുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ? ദുഷ്ടനായ പിശാച് അവകാശം പറയുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? എന്തെങ്കിലും അനേകം കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. എന്തെല്ലാം കാര്യങ്ങൾ! നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, അല്ല നാം ജീവിക്കുന്ന നമ്മുടെ ഭവനത്തിൽ, അല്ല നാം പോകുന്ന നമ്മുടെ പള്ളിയിൽ, നാം എവിടെയെല്ലാം പ്രവർത്തിക്കുന്നു, എവിടെയെല്ലാം, അവിടെയെല്ലാം ഓരോ സമയത്തും സ്വർഗത്തിലെ ദൈവം എന്നെ എങ്ങനെയായിരിക്കും കാണുക? ഒന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോകും. അയ്യോ കർത്താവേ, എൻ്റെ ആ ചിന്ത ശരിയായിരുന്നില്ലല്ലോ. ഒരാളോട് എനിക്ക് ഉള്ളിൽ നീരസം ഉണ്ടായിരുന്നല്ലോ. അത് പുറമേ ഞാൻ കാണിക്കാതെ ഞാൻ ഒതുക്കി വെച്ചെങ്കിൽ എൻ്റെ ഉള്ളിൽ നീരസം ഉണ്ടായിരുന്നല്ലോ. എൻ്റെ കർത്താവേ, ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, എനിക്ക് വലിയ കടുത്ത നൈരാശ്യം ഉണ്ടായിരുന്നല്ലോ. നിരാശ. ഇനി ജീവിക്കണ്ട എന്ന് പോലും തോന്നുന്നല്ലോ. എന്തിന് ജീവിക്കണമെന്ന് പോലും ഞാൻ ചിന്തിക്കുന്നല്ലോ. ജീവിതത്തിലെ യാതനകളും ദുരിതങ്ങളും കഷ്ടങ്ങളുമായിട്ട് ഞാൻ വലഞ്ഞ് വിഷമിച്ച് ഞാൻ നിരാശയോടുകൂടി ദൈവത്തോട് പരിഭവിക്കുകയും ദൈവത്തോട് പരാതി പറയുകയും ചെയ്യുന്നല്ലോ. പുറമേ പറയുന്നില്ല, പക്ഷേ ഉള്ളിൽ പരിഭവം. ദൈവം എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? ദൈവം എന്തുകൊണ്ട് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരുന്നില്ല? എൻ്റെ ഈ പ്രശ്നം കർത്താവ് എന്തുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് കർത്താവ് എനിക്കൊരു പരിഹാരം തരാത്തത്? ഇങ്ങനെ ചില ചോദ്യങ്ങൾ ഇതെല്ലാം അകത്തുണ്ട്. പക്ഷേ ഇന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും, കൂട്ടായ്മ വരികയും ചെയ്യും. അകത്തുള്ള ദൈവം കാണുന്നു. ഒരുപക്ഷെ സ്വന്തം ഭർത്താവിനോട് നീരസവും കയ്പും വെച്ചുകൊണ്ട് നാം ഇരുന്ന് വചനം കേൾക്കുന്നു. ഭാര്യയോട് കടുത്ത അമർഷം വെച്ചുകൊണ്ട് നാം വചനം കേൾക്കുന്നു. വരും, കൂട്ടായ്മയ്ക്ക് വരും, നല്ലതാണ്, വരണം. പക്ഷേ ഓർക്കണം, വന്നാൽ കിട്ടുന്നത് നിങ്ങൾ ഊറ്റി കുടിക്കണം. കിട്ടുന്നതായി വചനം അത് മധുരമായ തേനാണ്, തേനിലും മധുരമായ വചനമാണ്. ഈ തേൻകട്ട നിങ്ങൾ രുചിച്ചെടുക്കണം. എന്താണ് തേൻകട്ട? ഈ തേൻകട്ട ഒരുപക്ഷെ വായിൽ കയ്പായിരിക്കും. വചനത്തെ അങ്ങനെയുണ്ട്, പ്രത്യേകതയുണ്ട്. വചനമാകും തേൻകട്ട വായിൽ കയ്പായിരിക്കും, പക്ഷേ വയറിൽ ചെല്ലുമ്പോൾ മധുരമാകും.
ആദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പ്രയാസം തോന്നും. വചനത്തിൻ്റെ തീക്ഷ്ണതയോടുകൂടിയുള്ളതായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പ്രയാസം തോന്നും. എന്താ എപ്പോഴും എന്നെക്കുറിച്ച് എപ്പോഴും കുറ്റം അങ്ങനെ പറയുന്നു, നീ ശരിയായില്ല എന്ന് പറയുന്നത്. അത് നമുക്കൊരു പ്രയാസമാണ്. എന്നാൽ നേരെ മറിച്ച് അങ്ങനെ എൻ്റെ തനതായ അവസ്ഥ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നത് ഒരു ഭാഗ്യമായി നാം കരുതണം. എൻ്റെ അന്തരാത്മാവിൻ്റെ അവസ്ഥ എങ്ങനെയെന്ന് കർത്താവ് ചൂണ്ടിക്കാണിച്ച് തരുന്നത് മഹാഭാഗ്യമായി കരുതണം. ഈ ഭൂമിയിൽ വെച്ചത് അറിഞ്ഞതുകൊണ്ട് ഇന്ന് നമുക്ക് വേണമെങ്കിൽ അനുഭവിക്കാം, ഇന്ന് നമുക്ക് മാനസാന്തരപ്പെടാം, ഇന്ന് നമുക്ക് ഒരു വിശുദ്ധനായി തീരാം, ഇന്നുള്ള എല്ലാ സാധ്യതകളും എല്ലാ സഹായങ്ങളും ഉണ്ട് ഇന്ന്. എന്നാൽ നേരെ മറിച്ച് നാം ചിന്തിക്കുന്നതോ, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം എന്നെ ശരിയാക്കുന്നില്ല, എനിക്ക് ശുദ്ധീകരണം തരുന്നില്ല, ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ല, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ പ്രാർത്ഥന ചെല്ലുന്നില്ല, ഇങ്ങനെ പരാതിയും പരിഭവമായി ഇരിക്കുന്നു. എല്ലാം കർത്താവ് കാണുന്നു. എനിക്കറിയാം, ഇപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന അനേകം ആളുകളുണ്ടല്ലോ, അതുപോലെ ഇരുന്ന് കേൾക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ചിന്തിക്കൂ, ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പരിഭവം വന്നിട്ടില്ലേ ദൈവത്തോട്? എന്നാലും ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടും കർത്താവ് പ്രാർത്ഥന കേട്ടില്ലല്ലോ, ദൂരം കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ഭർത്താവ് നിരന്തരം വീട്ടിൽ ശല്യം ഉണ്ടാക്കുന്നു, മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിൻ്റെ ചില ദേഷ്യ സ്വഭാവം കൊണ്ട് മക്കൾ പോലും വിഷമിക്കുന്നു, എന്ത് ചെയ്യാം, ഞാൻ തല്ലുകൊണ്ട് വിഷമിക്കുന്നു, ഒരു കാര്യമില്ലാതെ തല്ലുന്നു, അദ്ദേഹം മദ്യപിക്കുന്നു, അദ്ദേഹം രൂപ മുഴുവൻ മുടിച്ചു കളയുന്നു, അദ്ദേഹം അങ്ങോട്ട് പൈസ കിട്ടുന്നത് സമ്പാദിക്കുന്നുമില്ല, ജോലിക്ക് പോവില്ല, എൻ്റെ താലിമാന പോലും അദ്ദേഹം പണയപ്പെടുത്തി അദ്ദേഹം കുടിച്ചു, എൻ്റെ ജീവിതം ദുരിതമാണ്. ഞാനിതൊക്കെ പ്രാർത്ഥിച്ചിട്ട് എത്ര നാളെ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ് കേൾക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ഇങ്ങനെയുള്ളതായ അനേകം പരിഭവങ്ങളും പരാതികളും നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഇതെല്ലാം പാവമാണ്. നിങ്ങൾ എൻ്റെ കർത്താവേ, ഇങ്ങനെയെല്ലാം ആണെങ്കിലും കർത്താവേ, ഞാൻ ഭർത്താവുള്ള ഒരു ഭാര്യയായി നിൽക്കാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ, എൻ്റെ ഭർത്താവ് ഇപ്പോഴും എൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, എൻ്റെ ഭർത്താവ് ഇപ്പോഴും എന്നോട് ദേഷ്യം പുറമേ കാണിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഉള്ളിൽ എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാമല്ലോ. ഇങ്ങനെ നിങ്ങളതിൻ്റെ നല്ല വശം നിങ്ങൾ കാണുക, നല്ല വശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചകഞ്ഞ് കാണുക. ഏതെങ്കിലും കാര്യങ്ങളിൽ നന്മ എന്തുണ്ട് നിങ്ങൾ നോക്കുക. ഞാൻ പറയാറുണ്ടല്ലോ, പ്ലസ് പോയിൻറ്റുകൾ നോക്കുക. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം പ്രയാസമുണ്ടെങ്കിലും മക്കൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഭർത്താവ് കാര്യം കോവിഷനാണ്, പക്ഷെ മക്കൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ, അവർക്ക് ബുദ്ധിക്കുറവൊന്നുമില്ലല്ലോ. ദൈവമേ സ്തുതി. ശരി, മക്കൾ മറ്റു പല പിള്ളേരും പോകുന്നത് പോലെ ചീത്ത വഴികൾക്കൊന്നും പോകുന്നില്ലല്ലോ. കർത്താവേ നിനക്ക് സ്തുതി. ദൈവം ഇതെല്ലാമാണെങ്കിലും ഞങ്ങൾക്ക് പാർക്കാൻ വീടുണ്ടല്ലോ. എത്രയോ പേർക്ക് സ്വന്തമായി പാർപ്പിടമില്ല, വാടകയ്ക്ക് താമസിക്കുന്ന ചിലർ. മാത്രമല്ല കർത്താവേ, ഞങ്ങൾക്ക് സ്വന്തമായി സ്ഥലത്തൊരു വീട് വയ്ക്കാൻ സാധിച്ചല്ലോ. എത്രയോ പേര് ഒരു 2 സെൻറ്റ് ഭൂമി കിട്ടിയിരുന്നെങ്കിൽ ഒരു വീട് വയ്ക്കാൻ വിചാരിക്കുന്ന പാവപ്പെട്ട ആൾ എത്ര ആളുകളുണ്ട്. അങ്ങനെയുള്ള ലോകത്താണ് എനിക്ക് കർത്താവ് നീ ഒരു നല്ല സ്ഥലവും വീടും തന്നത്. പ്ലസ് പോയിൻറ്റുകൾ നിങ്ങൾ കണക്കാക്കുക. പ്ലസ് പോയിൻറ്റുകൾ നന്മയായിട്ട് എന്തുണ്ട്? നന്മയായിട്ട് കാണാനുണ്ട്. കർത്താവേ, എനിക്ക് കേൾക്കാൻ കാതിന് കേൾവിയുണ്ടല്ലോ, കാണാൻ കണ്ണുകാഴ്ചയുണ്ടല്ലോ, സംസാരിക്കാൻ നാവിന് ശബ്ദമുണ്ടല്ലോ. എന്തൊരു ഭാഗ്യം! ഇങ്ങനെ നന്മകൾ നാം നോക്കുക. അപ്പോൾ പരിഭവം മാറിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ പരിഭവമില്ലാത്ത, പരാതിയില്ലാത്ത, അനുഗ്രഹീതമായ ഒരു നല്ല അനുഭവം നമുക്ക് നേടാൻ വാസ്തവത്തിൽ സാധിക്കേണ്ടതാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്നാണ്. ഈ വാക്ക് നിങ്ങൾ കർത്താവ് തരുന്നതായ സ്വർഗീയ ഭോജനമായിട്ട് നിങ്ങൾ എടുക്കുക. ഇന്നത്തെ മന്ന ആയിട്ട് നിങ്ങളത് സ്വീകരിക്കുക. ഞാൻ നിന്നെ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിങ്ങൾ എളിമപ്പെടുക. കർത്താവേ, എന്തിലാണ് എനിക്ക് കുറവ്? എൻ്റെ പോരായ്മകൾ എവിടെയെല്ലാമാണ്? എന്തെല്ലാമാണ് കർത്താവേ ഞാൻ നിന്നെ ദുഃഖിപ്പിക്കുന്നത്? എൻ്റെ രാവും പകലും നിന്നെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? എൻ്റെ സ്വഭാവത്തിലുള്ള മാലിന്യങ്ങൾ എന്തെല്ലാമാണ്? ഒരുപക്ഷെ എൻ്റെ ഭർത്താവ് പോലും അറിയാത്ത, എൻ്റെ ഭാര്യ പോലും അറിയാത്തതായ ചില വശങ്ങൾ എൻ്റെ ജീവിതത്തിലുള്ളത്. എൻ്റെ കർത്താവെ, നീ നോക്കുമ്പോൾ എന്നെ കുറവുള്ളവനായി കാണുന്നതായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? കർത്താവെ, കാണിച്ചു തരണമേ. ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിലുള്ള മാർഗ്ഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗ്ഗത്തിൽ എന്നെ നടത്തണമേ. വ്യസനത്തിലുള്ള മാർഗ്ഗം, ഇംഗ്ലീഷിൽ ഈസ് ദർ എനി വിക്കറ്റ് വേ ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ദുഷ്ടവഴികളുണ്ടോ എന്ന് കാണിക്കണമെന്നാണ്. ഈസ് ദർ എനി വിക്കറ്റ് വേ ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ദുഷ്ടവഴികളുണ്ടോ എന്ന് കാണിച്ചു തരണമേ. വ്യസനത്തിലുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗ്ഗത്തിൽ എന്നെ നടത്തണമേ.
ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം വീണ്ടും ഒന്നുകൂടെ കൊടുക്കുക. കർത്താവ്, എനിക്ക് പൂർണ്ണ വിശുദ്ധനായി ജീവിക്കണം. എല്ലാം നിങ്ങൾ താഴെ വയ്ക്കുക, മറ്റ് ചിന്തകളൊക്കെ താഴെ വയ്ക്കുക. കർത്താവ്, എനിക്ക് പൂർണ്ണ വിശുദ്ധനായി എനിക്ക് ജീവിക്കണം. യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ, പ്രാക്കളെപ്പോലെ പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ എനിക്ക് നിൽക്കാൻ ഒരു ഭാഗ്യം തരണം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ നന്മയെന്ന് പറയാൻ എനിക്കൊന്നും അവകാശപ്പെടാനില്ല. എൻ്റെ ജീവിതത്തിൽ അനേകം തിന്മകൾ വന്നു പോയിട്ടുണ്ട്. എല്ലാം നിൻ്റെ തിരുവിലാവിൽ ഒഴിയ രക്തത്താൽ കഴുകി എന്നെ നീ വിശുദ്ധീകരിക്കണമേ. എന്നെ നിൻ്റേതാക്കി നീ മാറ്റണമേ. നിൻ്റെ സ്വന്തമാക്കി എന്നെ തീർക്കണമേ. കർത്താവെ, പൈശാചിന് അവകാശം പറയുന്ന എല്ലാറ്റിൽ നിന്ന് എനിക്ക് മോചനം തരണമേ. എനിക്കൊരു പരിപൂർണ്ണ സ്വാതന്ത്ര്യം തരണമേ കർത്താവെ, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം. കർത്താവെ, നിൻ്റെ തിരക്തത്താൽ എൻ്റെ പാവങ്ങളെല്ലാം മോചിച്ച് ഇനിയൊരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അതിമനോഹരമായ ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ നടത്തുവാൻ അവിടെ നിന്ന് അധ്വാനിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും നിൻ്റെ സ്വർഗീയരായത്തിന് യോഗ്യരാക്കി തീർക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.